ഈ കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷനിൽ കാത്തലിക്സ്, പ്രത്യേകിച്ച് വത്തിക്കാനാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവർ ന്യൂട്രലായിരുന്നു. അവർ വലിയ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടതാണ്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഐറിഷ് നേറ്റീവായ കാത്തലിക് ബിലീവറാണ്. അപ്പോൾ ചോദ്യം, ഈ കാത്തലിക് സഭയുടെ പല വിശ്വാസികളും പല ആർച്ച് ബിഷപ്പുമാരും പല രാജ്യത്തുള്ളവർ ആരെയാണ് സപ്പോർട്ട് ചെയ്തത്? വലിയ ചോദ്യം. ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ ലാറ്റിൻ അമേരിക്കൻ ന്യൂസ് പേപ്പറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവരാർക്കാണ് ഈ കമല ഹാരിസിനെ സപ്പോർട്ട് ചെയ്തു, അതോ ട്രംപിനെ സപ്പോർട്ട് ചെയ്തു? മനസ്സിലാക്കുക, ട്രംപ് അറിയപ്പെടുന്ന ഇവാഞ്ചലിസ്റ്റാണ്. അതിനേക്കാളുപരി അദ്ദേഹം ഹാർഡ് കോറായിട്ട് പെൻറ്റക്കോസ്റ്റ്, നാട്ടിൽ പറയുന്ന പെൻറ്റക്കോസ്റ്റ് ബിലീവറാണ്. ഹാർഡ് കോർ 24 മണിക്കൂർ അയാൾ ബൈബിളും കൊണ്ടാണ് നടക്കുന്നത്. ആ രീതിയിലുള്ള മനുഷ്യനാണ് ട്രംപ്. അപ്പോൾ ചോദ്യം, ഈ കാത്തലിക് സഭയുടെ വിശ്വാസികൾ, അമേരിക്കയ്ക്ക് പുറത്തുള്ളവരും അമേരിക്ക അകത്തുള്ളവരും ആരെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? ബൈഡൻ ഉണ്ടായിരുന്ന ഡെമോക്രാറ്റ്സിനെ, കമല ഹാരിസിനെയാണോ, അതോ ലിബറൽ സംഭവത്തെയാണോ, അതോ ഫാർ റൈറ്റ് ആയിട്ടുള്ള ട്രംപിനെയാണോ? ഇപ്പോൾ റിപ്പോർട്ട്സുകളൊക്കെ വളരെ രസകരമാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ കാത്തലിക് സഭയുടെ വിശ്വാസികളും അതേപോലെ ബ്രസീൽ, പെറു, ചിലി, അർജൻറ്റീന, ഈ രാജ്യങ്ങളിലൊക്കെ കാത്തലിക് സഭയ്ക്കാണ് മുൻതൂക്കം. പക്ഷേ ഇവിടെയൊക്കെ വലിയ റിവൈവൽ നടക്കുന്ന കാര്യം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഇവാഞ്ചലിക്കൽ സംഭവം അവിടെ വലിയ റിവൈവൽ, കരിസ്മാറ്റിക് ആയിട്ടാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്തത്? കൃത്യമായിട്ട് പറയാം, ഈ രാജ്യങ്ങളിലുണ്ടായ സംഭവം ഇവർ പൂർണ്ണമായിട്ട് അവിടുത്തെ വിശ്വാസികളും ആർച്ച് ബിഷപ്പും അതേപോലെ തന്നെ അവിടുത്തെ ബിഷപ്സും അച്ഛന്മാരും, അതായത് പള്ളികളിലെ വികാരി അച്ഛന്മാരും എല്ലാം, അവരുടെ പല കോൺഗ്രിഗേഷൻ, ഇവരൊക്കെ പ്രത്യേക പ്രെയർ നടത്തി കഴിഞ്ഞ 1.5-2 മാസം കൊണ്ട് സ്ഥിരമായിട്ട്, ഇത് ഓരോ റിപ്പോർട്ടുകൾ വരുന്നത് ട്രംപ് ജയിക്കണം. എന്താണ് ഇവർ കാത്തലിക് സഭ, അതേപോലെ ഫിലിപ്പൈൻസ്, ഏഷ്യയിലുള്ള കാത്തലിക് രാജ്യങ്ങൾ, മറ്റുള്ള കാത്തലിക് രാജ്യങ്ങൾ, ഇവരെല്ലാം, അത് യൂറോപ്പിലുള്ള കാത്തലിക് രാജ്യങ്ങൾ, മനസ്സിലാക്കുക, യൂറോപ്പിലുള്ള പല ഭരണാധികാരികളും ലിബറലായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊന്നും ട്രംപിനെ, ഈ യൂറോപ്യൻ യൂണിയൻ്റെയും നാറ്റോയുമായിട്ടുള്ള ഇതിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ അവിടെയുള്ള കാത്തലിക് വിശ്വാസികൾ ഒന്നടങ്കം ട്രംപിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് പല യൂറോപ്യൻ ലീഡേഴ്സും പറയുന്നത് ട്രംപുമായിട്ട് യോജിച്ച് പോകണം. കാരണം അവരുടെ രാജ്യത്തുള്ളവർ പല ട്രംപിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഡെമോക്രാറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ റിപ്പോർട്ടുകൾ പല രാജ്യത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടായിരിക്കും ഇവർ പെന്തക്കോസ്തുകാരനായ ട്രംപിനെ, അതായത് ബൈഡനെ ഉപേക്ഷിച്ച്, കാത്തലിക്സ് ആയ ബൈഡനെ ഉപേക്ഷിച്ച് ട്രംപിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം വരുമല്ലോ. അതിൻ്റെ റീസൺ പറയുന്നത്, ഈ ഹമാസും ഇസ്രായേലുമായിട്ടും ഹിസ്ബുള്ള ഇസ്രായേലുമായിട്ടും ഇറാനും ഇസ്രായേലുമായിട്ടുള്ള വാറാണ് ഇഷ്യൂ. എന്താണ് സംഭവം? അതിൻ്റെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ്, ഒരു 1.5-2 മാസം മുമ്പ് ഹിസ്ബുള്ളയും ഹമാസും അതേപോലെ ഹൂത്തികളും ജെറുസലേം ലക്ഷ്യമാക്കി മിസൈൽ വിട്ടു, റോക്കറ്റ് വിട്ടു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ ഈ റോക്കറ്റ് വിട്ട് കഴിയുമ്പോൾ അതിനെ ഡിഫ്യൂസ് ചെയ്തു. കാരണം അവർ പറഞ്ഞു ജെറുസലേം സിറ്റി നശിപ്പിക്കും. കാരണം ജെറുസലേം സിറ്റി എന്ന് പറയുന്നത് ജൂസിൻ്റെ മാത്രമൊന്നുമില്ല, എല്ലാ ക്രിസ്ത്യൻസിൻ്റെ കൂടെ ഒരു സിറ്റിയാണ്, ഒരു ഹോളി സിറ്റിയാണ്. മുസ്ലിംസിൻ്റെ മെക്ക എന്ന് പറയുന്ന പോലെയാണ് ജെറുസലേം സിറ്റി. അതിനെ നശിപ്പിക്കും. അപ്പം നസറുള്ളയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതായത് ജെറുസലേം സിറ്റിയെ നാശമാക്കി കളയും, ബോംബിട്ടും മിസൈലിട്ടും, കാരണം തൊലച്ച് കളയും. അതേപോലെ ഇറാൻ പറഞ്ഞു ഇസ്രായേലിലെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിക്കും. ബേസിക്കലി ഇസ്രായേൽ എന്ന് പറയുന്നത് ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഹോളി ലാൻഡായിട്ടാണ് കാണുന്നത്. അതിനെ നശിപ്പിക്കും, ജെറുസലേം സിറ്റിയെ നശിപ്പിക്കും. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ബെഞ്ചമിൻ നെതന്യാഹു അന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ബൈബിൾ ഉപയോഗിച്ച്, ഈ സിറ്റി എന്ത് വില കൊടുത്തും, അതായത് ഓരോ ജൂയിഷ് അവൻ്റെ ബ്ലഡ് കൊടുത്തും ഈ സിറ്റി ഞങ്ങൾ നശിപ്പിക്കാൻ സമ്മതിക്കില്ല, കൃത്യമായിട്ട് പറഞ്ഞു. ഇത് ഗ്ലോബൽ മീഡിയയിലും ഈ പറയുന്ന കാത്തലിക്സ് ജീവിക്കുന്ന പല രാജ്യങ്ങളും വൈറലായിട്ടങ്ങ് മാറും. ഇതാണ് പ്രധാന പ്രശ്നം.
അപ്പോഴുണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ ഓരോന്ന് ഇപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഓരോന്നായിട്ട് പുറത്ത് വരുന്നത്. എന്നിട്ട് ഇവരെന്താണ് ചെയ്തത്? അവിടെയുള്ള പല കോൺഗ്രിഗേഷനും ആർച്ച് ബിഷപ്പ് ആ പള്ളികൾ പ്രെയർ മാത്രമല്ല, ഈ സിറ്റി കാത്ത് രക്ഷിക്കാൻ വേണ്ടി അവർ പണം അയച്ചു ഇസ്രായേലിലോട്ട്. എന്നിട്ട് പല ആൾക്കാരും ഓഫർ ചെയ്തു അവരത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വോളണ്ടിയറായിട്ട് വരാൻ തയ്യാറാണ്. അത് അർജൻറ്റീനിയൻ പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്, ഇത് ഓഫർ ചെയ്തു. കാരണം ഇങ്ങനെ സിറ്റി നശിപ്പിക്കും, ഹോളി സിറ്റി നശിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗ്ലോബലായിട്ടുള്ള കാത്തലിക് വിശ്വാസികൾ ഒന്നടങ്കം ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്തുണ കൊടുത്തു. ഇതുകൊണ്ടാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും ചില കാര്യങ്ങളും, ഫ്രാൻസ് ഒരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് മാറ്റുന്നതിൻ്റെ കാര്യം, അവിടെയുള്ള കാത്തലിക് കമ്മ്യൂണിറ്റി മുഴുവനും ട്രംപിൻ്റെ കൂടെ, അതായിട്ട് അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കൂടെ. കാരണം ആ സിറ്റി കാത്ത് രക്ഷിക്കുക. അതേപോലെ ഈ കാത്തലിക് രാജ്യങ്ങളൊക്കെ ഈ ഇസ്രായേലിനോട് പറയുന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞ പാലസ്റ്റീനിലാണ്. കാരണം അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്കും ആ പാലസ്റ്റീൻ ആൾക്കാർ, ആ സ്ഥലവും കൂടെ പിടിച്ചെടുത്ത് ഇസ്രായേലിൻ്റെ കൂടെ ആക്കണം എന്ന് ഇവർ സ്ഥിരമായിട്ട് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കത്തയക്കുന്നു, ആൾക്കാർ നേരിട്ട് പോയി കാണാൻ ശ്രമിക്കുന്നു. ഇവർ പറയുന്നത് ബേത്ലഹേം കൂടെ ഇതിൻ്റെ കൂടെ ഇസ്രായേലിൻ്റെ കൂടെ ആക്കണം. അതിനുവേണ്ടി ഇവരെ എന്തും ചെയ്യാനും തയ്യാറാണ്. അതായത് ഹോളി സിറ്റി ഒരു കാരണവശാലും ഇവരാൽ നശിപ്പിക്കപ്പെടരുത്. കാരണം നാളെ ഇവർ കയറി ബേത്ലഹേം നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തുള്ള ക്രിസ്ത്യാനികളുടെ ഹോളി പ്ലേസ്, അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത് പ്ലേസ് ഇല്ലാതായി പോകും. അപ്പം നമ്മളിത് കാണുമ്പോൾ ഈ റിപ്പോർട്ടുകൾ, ഞാൻ ലാറ്റിൻ അമേരിക്കൻ പത്രങ്ങളും ചില കാത്തലിക് രാജ്യങ്ങളിൽ ഒരാൾ എനിക്ക് അയച്ചു തന്നു എന്താണ് ഇവർ ട്രംപിനെ പിന്തുണയ്ക്കുക. കാരണം ഈ സമയത്ത് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള വെപ്പൺസും ഷെൽസും എല്ലാം ഫ്രീസ് ചെയ്തു. ആ സമയത്താണ് പെട്ടെന്ന് നസറുള്ളയും ഇവരും കയറി പറയുന്നത്, ഇറാനും കയറി പറയുന്നത് ഇതിനെ നശിപ്പിക്കും, ഹൂത്തികൾ പറയുന്നു ജെറുസലേമിനെ നശിപ്പിക്കും, ഇസ്രായേലിനെ കത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതവരുടെ വികാരമായിട്ടങ്ങ് മാറി. അതുകൊണ്ടാണ് വാറ്റിക്കാൻ പറഞ്ഞതിന് പുല്ല് വിലയാണ് കൊടുത്തത്. വാറ്റിക്കാൻ എപ്പോഴും ന്യൂട്രലൈസ് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഇഷ്യൂവിനകത്ത് അവിടെയുള്ള ഓരോ പ്രാദേശിക ചർച്ചുകൾ, അതേപോലെ തന്നെ കോൺഗ്രിഗേഷൻ, ആർച്ച് ബിഷപ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളല്ല കാത്തലിക്സിൻ്റെ അകത്ത് വരുന്നത്. ഇവരൊന്നടങ്കം പ്രെയറും പ്രാർത്ഥനയും ഫണ്ട് പിരിവും ഒക്കെ തുടങ്ങി അത് ഇസ്രായേലിൽ അയച്ചു കൊടുക്കാൻ തുടങ്ങി. അതേപോലെ എങ്ങനെ ഏത് വില കൊടുത്തും ട്രംപ് ജയിക്കണം, നിരീശ്വരവാദിയായ കമല ജയിക്കരുത്, ട്രംപ് തന്നെ ജയിക്കണമെന്നുള്ള പ്രയറും തുടങ്ങിയത് പല ചർച്ചുകളിലെയും ബിഷപ്പുമാരുടെയും അച്ഛന്മാരുടെയും അവരുടെയൊക്കെ ആഹ്ലാദ പ്രകടനമൊക്കെ വരാൻ തുടങ്ങിയ റിപ്പോർട്ട്സ്. കാരണം ഇത് കഴിയുമ്പോഴാണ് ഓരോന്നായിട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ട്രംപിന് ഗ്ലോബലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം 80 കോടിയോളം കാത്തലിക്സ് ഉള്ള ഒരു ലോകമാണ് നമ്മുടെ ഈ പറയുന്ന ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ വലിയൊരു ശതമാനം ബൈഡനെ പറ്റി അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഐറിഷ് കാത്തലിക് നേറ്റിവിറ്റിയുള്ള ഒറിജിനാണ് ഇദ്ദേഹം. അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട്, കാരണം ട്രംപ് ബൈബിൾ എടുത്താണ് സംസാരിക്കുന്നത്, ബൈബിളിൻ്റെ വാചകങ്ങളാണ് കോട്ട് ചെയ്യുന്നത്. കാരണം അതനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതേപോലെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റും ജെറുസലേമാണെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ എപ്പോഴും ഇതുണ്ട്. കാരണം ബൈബിളിനെയാണ് ഇയാളെ കോട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ബേസിക്കലി ഈ സംഭവം ഒരു കാരണവശാലും ഇവരൊന്നും എവിടെയും പറയാറില്ലായിരുന്നു. കാരണം അപ്പുറത്തെ ഭാഗം ഇറാനാണെങ്കിൽ എപ്പോഴും മുസ്ലിം മതത്തിൻ്റെ കാര്യം ഖുറാനും സെർമനും ഒക്കെ വെച്ച് കാച്ചാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പുറത്ത് സംഭവം തുടങ്ങിയത്. അത് ഗ്ലോബലായിട്ട് മാറ്റം ഉണ്ടായത്. വലിയൊരു ഭാഗം ഭൂരിപക്ഷമായ ക്രൈസ്തവരും ഈ ട്രംപിനെയും നെതന്യാഹുവിനെയും അവരുടെ ഒരു ലീഡറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൂടുതലായിട്ട് അവരുടെ രാജ്യത്തെ അവിടുത്തെ പ്രസിഡൻറ്റിനെയും പ്രൈം മിനിസ്റ്ററെയൊക്കെ മാറ്റി നിർത്തി ഇവരാണ് ഗ്ലോബൽ ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളും, അപ്പോൾ അവരിപ്പോൾ സ്പെയിൻ തന്നെ വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്പെയിനിലുള്ള ആളുകൾ തന്നെ കാത്തലിക്സ് ആയിട്ടുള്ള ബിഷപ്സും അവരൊക്കെ ശക്തമായ രീതിയിൽ അവിടുത്തെ ഭരണാധികാരികളോട് പറഞ്ഞു അവരുടെ സപ്പോർട്ട് നെതന്യാഹുവിനും ട്രംപിനാണ്. ഒരു കാരണവശാലും ഈ ഇറാനെയോ ലെബനനെയോ മറ്റുള്ള രാജ്യങ്ങളെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് സ്പെയിൻ ആ സ്റ്റാൻഡ് പെട്ടെന്നങ്ങ് മാറ്റിയത്.
അതാണ് ലോകത്തിൽ ഭയങ്കര ചേഞ്ച് എന്ന് പറയുന്ന ട്രംപിന് അനുകൂലമായിട്ടൊരു ട്രംപ് ഒരു ഗ്ലോബൽ ലീഡറായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുണ്ടായ ഒരു കാരണങ്ങൾ. കാരണം ഇസ്രായേൽ, ഈ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഇറാൻ. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇസ്രായേൽ പറഞ്ഞു അവർ ലെബനൻ പിടിക്കാൻ പോകും, അവിടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു രാജ്യമാക്കും എന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കാത്തലിക് രാജ്യങ്ങളിലെ പല ആളുകളും അവർക്ക് ലെബനനിൽ പോയി താമസിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അവർ ഇമിഗ്രേഷന് വേണ്ടി, അതായത് അവിടുത്തെ ഇസ്രായേലി സിറ്റിസണോ ജൂയിഷ് ഒന്നും അല്ല, ഇവർ ക്രിസ്ത്യൻസാണ്, ബേസിക്കലി കാത്തലിക്സാണ്, ഇതാണ്. പക്ഷെ അവർക്ക് അവിടെ പോയി താമസിച്ച് ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതൊരു ഗ്ലോബൽ ട്രെൻഡായിട്ട് വരികയാണ്. ഇതാണ് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇതിനകത്തൊക്കെ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഏറ്റവും വലിയ സംഭവം. ഇതിനെല്ലാം തുടക്കമിട്ടതാരാ? ഈ ഹമാസ്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വാറ് കൊണ്ട് ഗ്ലോബൽ ഓർഡർ, അതായത് വേൾഡ് ഓർഡർ മുഴുവനും മാറി മറിയും. അതാണ് അത് കഴിഞ്ഞിട്ടുണ്ട് ട്രംപ് ജയിക്കുന്നു, അതിനുശേഷം മാറ്റം ഉണ്ടാകുന്നു. ലോകത്ത് ഈ കാത്തലിക്സ് രാജ്യങ്ങളെല്ലാം ഒന്നടങ്കം ട്രംപിൻ്റെയും നതന്യാഹുവിൻ്റെ കൂടെ പോകുന്നു. അത് വല്ലാത്തൊരു ചേഞ്ചാണ്. സിമ്പിളായിട്ട് നമ്മളത് കാണരുത്. കാരണം അവിടെയുള്ള രാജ്യത്തിൻ്റെ തലവന്മാരെ പോലും മാറ്റുവാൻ വേണ്ടി, ഇതെല്ലാം ജനാധിപത്യ രാജ്യങ്ങളാണ്, ഇവരെ കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ മാറ്റം ഉൾക്കൊണ്ടിട്ടാണ് കാത്തലിക്സ് ആയിട്ടുള്ള വലിയൊരു ഭൂരിപക്ഷം വാറ്റിക്കാനെ പോലും പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തിട്ട് ട്രംപിനെ പിന്തുണച്ചേക്കുന്നതും, അതേപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അവരവരുടെ ലീഡറായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ജെറുസലേമും ഇസ്രായേലും പ്രൊട്ടക്റ്റ് ചെയ്യണം, പിന്നെ അവരുടെ ഡിമാൻഡ് ഞാൻ പറഞ്ഞു ബേത്ലഹേം അവരുടെ കൂടാക്കണം. ഈ ഒരു രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് ഗ്ലോബൽ ഓർഡർ, വേൾഡ് ഓർഡർ മാറി. ഇത് ചെറിയൊരു കാര്യമൊന്നുമല്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തോട്ടാണ്, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തോട്ടാണ് പല കാര്യങ്ങളും പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗ്ലോബലായിട്ടുള്ള കാത്തലിക്സ്. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞിടയ്ക്ക് മുനമ്പത്ത് പ്രസംഗിച്ചൊരു അച്ഛൻ പറയുന്നത് കേട്ടു, ട്രംപ് ജയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാത്തലിക്സ് അച്ഛനാണ് ഈ പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ കാത്തലിക്സ് അച്ഛന്മാരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്കും ട്രംപ് ജയിക്കണം. ട്രംപ് ഒരു ഹാർഡ് കോറാണ്, പക്ഷേ ട്രംപ് ജയിക്കണം. ഈ രീതിയിലോട്ട് വരുന്നതിൻ്റെ എല്ലാ കാരണക്കാരി പൊട്ടന്മാരായ കാട്ടറവികൾ ഇതിന് വളം വെച്ചു കൊടുത്തു. അവസാനം അവന്മാർ തന്നെ ലോകത്തെ വളരെ മോശമായിട്ട് ഐസൊലേറ്റഡായി മാറി. അതാണ് ഓരോ ദിവസവും നമുക്ക് കാണുവാൻ കഴിയുന്നത്.